പ്രിയ കുട്ടികളെ, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. സമയം ഒരിക്കലും പാഴാക്കരുത്. തിരിച്ചു കിട്ടാത്തത് കൊണ്ട് തന്നെ അത് അത്രയേറെ വിലപ്പെട്ടതാണ്. പണ്ട് ഒരു കാട്ടിൽ ഒരു കഴുതയും പുലിയും തമ്മിലൊരു തർക്കം നടന്നു. കാട്ടിലെ പുല്ലിനെല്ലാം നീല നിറമാണെന്നാണ് കഴുത പറയുന്നത്, അല്ല പച്ച നിറമാണെന്ന് പുലിയും. തർക്കം ദിവസങ്ങളോളം നീണ്ടു, പക്ഷെ ഒരു തീരുമാനത്തിലും എത്തിയില്ല. അവസാനം തർക്കം മൃഗരാജനായ സിംഹത്തിൻ്റെ മുന്നിലെത്തി. അങ്ങനെ കാട്ടുയോഗത്തിൽ വെച്ച് സിംഹരാജൻ രണ്ടുപേരുടെയും വാദമുഖങ്ങൾ കേട്ടു. എല്ലാം സശ്രദ്ധം കേട്ടതിന് ശേഷം രാജാവ് വിധി പ്രസ്താവിച്ചു. പുലി 2 വർഷം മിണ്ടാവ്രതം അനുഷ്ഠിക്കണം എന്നതായിരുന്നു ശിക്ഷ. ഒരു ജീവിയോടും മിണ്ടരുത്. വിധി കേട്ടതോടെ കഴുത സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി അവിടെ നിന്ന് ഓടിപ്പോയി. മൃഗക്കൂട്ടം പിരിഞ്ഞു തുടങ്ങിയപ്പോൾ പുലി സിംഹത്തിൻ്റെ അടുത്തേക്ക് ചെന്ന് അതിവിനയത്തോടെ ചോദിച്ചു, രാജൻ, അങ്ങേക്കും അറിയാവുന്നതല്ലേ പുല്ലിന് പച്ച നിറമാണെന്ന്, എന്നിട്ടും എന്നെ എന്താണ് ശിക്ഷിച്ചത്? സിംഹരാജൻ മറുപടി പറഞ്ഞു, ഏയ് പുലിമൃഗമേ, പുല്ലിൻ്റെ നിറം പച്ചയോ നീലയോ എന്നതിനല്ല ഞാൻ വിധി പറഞ്ഞത്. ഇതുപോലെ വിവരമില്ലാത്ത ബുദ്ധിയില്ലാത്ത ആ കഴുതയോട് തർക്കിച്ച് നീ നിൻ്റെ വിലപ്പെട്ട സമയം കളഞ്ഞു. ആ സമയങ്ങളിൽ നിനക്ക് വേണ്ടി, ഈ കാടിനു വേണ്ടി നിനക്ക് ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യാമായിരുന്നു. അതാണ് നീ നഷ്ടപ്പെടുത്തിയത്. അതിനാണ് ഞാൻ നിന്നെ ശിക്ഷിച്ചത്. പ്രിയ കുട്ടികളെ, നമ്മളും അങ്ങനെയാണ്. ഒരു കാര്യവുമില്ലാത്ത കാര്യത്തിൻ്റെ പിന്നാലെ പോയി നമ്മുടെ വിലയേറിയ സമയവും ഊർജവും നമ്മൾ കളയുന്നു. അതിനിട വരുത്താതെ സമയം പഠനത്തിനും നല്ല കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുക. പ്രിയ കുട്ടികളെ, നമസ്കാരം. നമ്മളിന്ന് 9ാം ക്ലാസ്സിൻ്റെ മാത്സ് 1ാമത്തെ ചാപ്റ്ററായ സമവാക്യ ജോഡികൾ, പെയേഴ്സ് ഓഫ് ഈക്വേഷൻസ്, അതിൽ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 14 1-2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് കണ്ടെത്തുന്നത്. നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, the price of 4 pens and 3 pencils is 66 rupees. The price of 7 pens and 3 pencils is 111 rupees. What is the price of a pen? The price of a pencil. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപയാണ് വില. 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. ഒരു പേനയുടെ വില എത്രയാണ്? പെൻസിലിൻ്റെ വില എത്രയാണ്? ഇപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അറിയാത്തത് ഏതാണോ നമുക്കറിയാത്തത് അത് നമുക്ക് ചരങ്ങളായിട്ട് ഈ ചോദ്യത്തിനനുസരിച്ച് റിലേഷൻ അനുസരിച്ച് സമവാക്യം രൂപീകരിച്ച് ആ ചരങ്ങളുടെ വില കണ്ടെത്തുക. അതായിരിക്കും നമ്മുടെ ഉത്തരം. അപ്പോൾ പേനയുടെയും പെൻസിലിൻ്റെയും വില നമ്മൾക്കറിയില്ല. അപ്പോൾ നമുക്ക് XY എടുക്കാം. ഒന്നാമത്തെ ചോദ്യം, പേനയുടെ വില X എന്ന് കരുതുക. പേനയുടെ വില X എന്നും പെൻസിലിൻ്റെ വില Y എന്നും കരുതുക. ഇനി ആ ചോദ്യത്തിൽ പറഞ്ഞ ആ ബന്ധത്തിനനുസരിച്ച്, റിലേഷൻ അനുസരിച്ച് നമ്മൾ സമവാക്യം, ഈക്വേഷൻ രൂപീകരിക്കണം. 4 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 66 രൂപ. അപ്പോൾ ഒരു പേനയുടെ വിലയാണ് X. അപ്പോൾ 4 പേനയുടെ എന്ന് പറഞ്ഞാൽ 4X. ഒരു പെൻസിലിൻ്റെ വിലയാണ് Y. അപ്പോൾ 3 പെൻസിലിൻ്റെ 3Y. ഇനി ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 66. അപ്പോൾ 4 പേന 3 പെൻസിൽ, 4 പേനയുടെ വിലയും 3 പെൻസിലിൻ്റെ വിലയും അവ കൂട്ടിയാൽ പ്ലസ്, അപ്പോൾ 66 കിട്ടും, സമം 66. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ, ഒന്നാമത്തെ സമവാക്യം. ഇനി രണ്ടാമത്, 7 പേനയ്ക്കും 3 പെൻസിലിനും കൂടി 111 രൂപ. അപ്പോൾ ഒരു പേന X ആണ്. അപ്പോൾ 7 പേന 7X. 3 പെൻസിൽ, ഒരു പെൻസിൽ Y ആണ്. അപ്പോൾ 3 പെൻസിൽ എന്ന് പറയുന്നത് 3Y. അവ കൂടിയാൽ പ്ലസ്, അപ്പോൾ അതിൻ്റെ വില 111 രൂപ, സമം 111. അപ്പോൾ നമുക്ക് 2 സമവാക്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് നമ്മൾ XY കാണണം. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ 2 സമവാക്യങ്ങൾ എങ്ങനെ ക്രിയ ചെയ്താൽ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചരം ഒഴിവാവും എന്നുള്ളതാണ് കണ്ടെത്തുന്നത്. ഒരു സമവാക്യത്തിൽ തന്നെ 2 ചരം, 2 വേരിയബിൾ, 2 അൺനോൺ കിടന്നാൽ നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ചരത്തിനെ നമ്മൾ ഒഴിവാക്കണം. അപ്പോൾ ഇവിടെ 4Xും 3Yയും, ഇവിടെ 7Xും ഇവിടെയും ഒരു 3Y ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സമവാക്യത്തിൽ നിന്ന് ഈ സമവാക്യം 3Yയിൽ നിന്ന് 3Y കുറച്ചാൽ 0 കിട്ടും. അപ്പോൾ നമുക്ക് Y എന്ന ചരം പോകും. അപ്പോൾ നമുക്ക് ഒരു സമവാക്യത്തിൽ നിന്ന് ഈ സമവാക്യങ്ങൾ തമ്മിൽ കുറച്ചാൽ ഈ 3Y ഒഴിവാവാം. ഇവിടെ ഒന്നാമത്തെ സമവാക്യം, ഇത് രണ്ടാമത്തെ സമവാക്യമാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇത് നമുക്ക് സ്വാഭാവികമായിട്ട് കുറയ്ക്കാം.
പക്ഷേ ഇപ്പോൾ ഇവിടെ നമുക്കൊരു എളുപ്പപണി നോക്കാം. ഇത് 7x 111 ഇതാണ് വലിയ സംഖ്യകളുള്ള വലിയ പദങ്ങളുള്ള സമവാക്യം. അപ്പോൾ ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുന്നതായിരിക്കും നമുക്ക് എളുപ്പം. 66 111 കുറച്ചാൽ നമുക്ക് ന്യൂനം നെഗറ്റീവ് വരും. നെഗറ്റീവ് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് എളുപ്പം 111 66 കുറയ്ക്കുന്നതാണ്. അപ്പോൾ ഇത് മുകളിൽ എഴുതി ഇത് താഴെ എഴുതാം. അപ്പോൾ 4x + 3y സമം 66. ഇത് നമ്മൾ ഒന്നും കൂടെ ഈ ഒന്നാമത്തെ സമവാക്യം ഇവിടേക്ക് ഒന്നും കൂടെ എടുത്ത് എഴുതിയെന്ന് മാത്രം. ഇനി ഇത് മൈനസ് ചെയ്യാം. ഈ സമവാക്യത്തിൽ നിന്ന് ഈ മൈനസ്, അതായത് രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് മൈനസ് ഒന്നാമത്തെ സമവാക്യം നമ്മൾ കുറയ്ക്കുകയാണ്. 7x നിന്ന് 3x പോയാൽ സജാതീയ പദങ്ങൾ തമ്മിൽ നമ്മൾ കുറയ്ക്കുകയാണ്, ക്രിയ ചെയ്യുകയാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. 7x നിന്ന് 4x പോയാൽ 3x. ഇവിടെ 3y + 3y, ഇവിടെ മൈനസാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ 3yയിൽ നിന്ന് 3y പോയാൽ 0 ഇടണമെന്നില്ല, വേണമെങ്കിൽ നമുക്ക് 0 ഇടാം. ഇനി 111 നിന്ന് 66 പോയാൽ 111 നിന്ന് 66 പോയാൽ 6 11 ആവാൻ 5 7 7 4 11 സമം 45. അതായത് 3x സമം 45. അങ്ങനെയാണെങ്കിൽ x സമം 45/3. എത്രയാണ് 45/3 എന്ന് പറയുന്നത്? 3 4 1 3 ബാക്കി 1, അത് ഈ 5ൻ്റെ ഇപ്പുറത്ത് പതുക്കി 1 ഇട്ടാൽ ഇത് 15ആയി. 15ൽ 3 5 പ്രാവശ്യം 15. അപ്പോൾ x സമം 15. അപ്പോൾ ഒരു x നമ്മൾ പേനയുടെ വിലയായിട്ടാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ വില 15 എന്ന് കിട്ടി. ഇനി ഇത് ഏതെങ്കിലും ഒരു സമവാക്യത്തിൽ കൊടുത്താൽ നമുക്ക് y-യുടെ വില കണ്ടുപിടിക്കാം. ഇപ്പോൾ ഉള്ളതിൽ ഇത് തന്നെയാണ് ചെറിയ സമവാക്യം. ക്രിയ ചെയ്യാൻ എളുപ്പത്തിനാണ് ചെറിയ സമവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ 4x + 3y സമം 66 ഈ സമവാക്യം എടുത്താൽ എക്സിന് വില കൊടുക്കുമ്പോൾ 4 × എക്സിൻ്റെ വില ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്, കൊടുക്കുകയാണ്. 4 × x കാണുന്നിടത്ത് 4x എന്ന് പറഞ്ഞാൽ ക്രിയ 4 × എന്നാണ്, അതുകൊണ്ടാണ് എക്സിൻ്റെ വില 15. 4 × 15 + 3y സമം 66. 15 × 4 എത്രയാ? 15 × 4 60. 60 + 3y സമം 66. 3y സമം 66. ഈ 60നെ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ -60 സമം 6. അപ്പോൾ 3y സമം 6. അതിൽ നിന്ന് y സമം 6/3 സമം 2. അപ്പം നമുക്ക് എക്സിൻ്റെ വില 5 എന്നും വൈയുടെ വില 2 എന്നും കിട്ടി. എന്താണ് എക്സിൻ്റെ വില? പേനയുടെ വില. ഇത് പെൻസിലിൻ്റെ വില. അപ്പം അത് പ്രൈസ് ഓഫ് ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് pen and y be the price of pencil. അപ്പോൾ നമുക്ക് ഇത് പ്രൈസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് പെൻ, പ്രൈസ് ഓഫ് പെൻസിൽ. ഇത് പേനയുടെ വില, പെൻസിലിൻ്റെ വില. കുട്ടികളെ നമുക്കിനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെരിമീറ്റർ ഓഫ് എ റെക്റ്റാങ്കിൾ ഈസ് 26 centimeters. Another rectangle with twice the length and thrice the breadth has perimeter 62 centimeters. What are the length and breadth of the first rectangle? ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ ആണ്. ഈ ചതുരത്തിൻ്റെ നീളം 2 മടങ്ങും വീതി 3 മടങ്ങുമാക്കി മറ്റൊരു ചതുരം വരച്ചപ്പോൾ ചുറ്റളവ് 62 സെൻറ്റിമീറ്ററായി. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്രയാണ്? അപ്പോൾ ഇവിടെ 2 ചതുരങ്ങളാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഒരു ചതുരത്തിൻ്റെ ചുറ്റളവ് തന്നിട്ടുണ്ട് 26, അപ്പോൾ അതിൻ്റെ നീളവും വീതി അറിയില്ല. അതേപോലെ രണ്ടാമത്തെ ചതുരത്തിൻ്റെയും ചുറ്റളവ് 62 സെൻറ്റിമീറ്ററാണ് തന്നത്. പക്ഷേ ഇതിൻ്റെ നീളവും വീതിയും ഈ ചതുരത്തിൻ്റെ നീളവും വീതിയായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഈ ചതുരത്തിൻ്റെ നീളത്തിൻ്റെ 2 മടങ്ങും ഈ ചതുരത്തിൻ്റെ വീതിയുടെ 3 മടങ്ങുമാണ് ഇതിൻ്റെ വീതി. എങ്കിൽ
ഈ ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും എത്ര? അതാണ് നമ്മുടെ ചോദ്യം. ഏകദേശ ചിത്രമാണ്. അപ്പോൾ ഈ ചിത്രത്തിൻ്റെ ഈ ചതുരത്തിൻ്റെ നമുക്ക് നീളം വീതിയാണ് അറിയാത്തത്. അതിൻ്റെ നീളം എക്സ് എടുത്തു, വീതി വൈ എടുത്തു. ഇത് എക്സ് ആണെങ്കിൽ ഇത് എക്സ്, ഇത് വൈ. ഇനി ഈ ചതുരത്തിൻ്റെ നീളത്തിൻ്റെ 2 മടങ്ങാണ് ഈ ചതുരത്തിൻ്റെ. അപ്പോൾ ഇത് എക്സ് ആയതുകൊണ്ട് ഇതിൻ്റെ നീളം 2x, 2 ഇരട്ടി. ചതുരത്തിൻ്റെ വീതിയുടെ 3 മടങ്ങ് ഇത് വൈ ആണ്. അപ്പോൾ ഇതിൻ്റെ വീതി 3y. ഇത് 2x, ഇത് 2x, ഇത് 3y. ഇനി ചുറ്റളവ് എന്ന് പറയുന്നത് ഈ ചതുരത്തിൻ്റെ 4 വശങ്ങളും കൂടെ കൂട്ടുന്നതാണ് ചുറ്റളവ്. അത് നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. 2 നീളം പ്ലസ് 2 വീതി, അല്ലെങ്കിൽ 2 ഇൻറ്റു നീളം പ്ലസ് വീതി. 2 ഇൻറ്റു ഈ നീളവും വീതിയും കൂടെ കൂട്ടിയിട്ട് അതിൻ്റെ ഇരട്ടി കണ്ടാൽ മതി. 2 ഇൻറ്റു എക്സ് പ്ലസ് വൈ സമം, അത് നമുക്ക് തന്നിരിക്കുന്നത് 26 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഈ 2 ഇവിടെ ഗുണനാണ്. അത് നമുക്ക് സമത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുവന്നാൽ ഹരണമാവും. അങ്ങനെ 2 നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 26/2 സമം 26ൻ്റെ പകുതി 13. അപ്പോൾ എക്സ് പ്ലസ് വൈ സമം 13. ഒരു സമവാക്യം നമ്മൾ കിട്ടി. ഇനി അതേപോലെ തന്നെയാണ് ഇതും. ഈ നീളവും വീതിയും കൂടെ കൂട്ടിയതിൻ്റെ ഇരട്ടി. അപ്പോൾ 2 ഇൻറ്റു 2x പ്ലസ് 3y സമം, ഇതിൻ്റെ ചുറ്റളവ് തന്നിരിക്കുന്നത് 62 ആണ്. ഇവിടെയും ബ്രാക്കറ്റ് ഒന്നും മാറ്റാൻ നിൽക്കണ്ട, ഈ 2 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ മതി. ഇവിടെ ഗുണനാണ്, സമത്തിൻ്റെ പുറത്ത് ഹരണം. 2x പ്ലസ് 3y സമം 62/2. 62ൻ്റെ പകുതി 31. അപ്പോൾ 2x പ്ലസ് 3y സമം 31. ഇതാണ് രണ്ടാമത്തെ സമവാക്യം. ഇത് രണ്ടാണ് നമ്മുടെ. അപ്പോൾ 2x പ്ലസ് 3y സമം 31. ഇത് രണ്ടാമത്തെ സമവാക്യം. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ സമം 13, 2x പ്ലസ് 3y സമം 31. അപ്പോൾ ഈ 2 സമവാക്യങ്ങളും എന്തെങ്കിലും ക്രിയ ചെയ്താൽ ഏതെങ്കിലും ഒരു ചരം പോവുമെന്ന് നോക്കാം. ഇവിടെ എക്സും 2xും, ഇവിടെ എക്സിൻ്റെ ഗുണോത്തരം ഇതിൽ 1 ആണ്, ഇതിൽ 2 ആണ്. ഇവിടെയും ഗുണോത്തരങ്ങൾ ആ കോയിഫിഷ്യൻ്റ് തുല്യമല്ല. തുല്യമാണെങ്കിലാണ് കുറയ്ക്കുമ്പോഴോ കൂട്ടുമ്പോഴോ ഒക്കെ അത് പോവുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഒരെണ്ണം ഒഴിവാവണമെങ്കിൽ എന്താണ് നമ്മുടെ പ്രതിസന്ധി? ഇത് തുല്യമായിരുന്നെങ്കിൽ പോയേനെ. അതായത് ഇവിടെ 2x ആണ്, ഈ എക്സും 2x ആയിരുന്നു എങ്കിൽ 2x മൈനസ് 2x 0 ആയേനെ. അതേപോലെ ഇത് 3y ആണ്, ഈ y 3y ആണെങ്കിൽ 0 ആയേനെ. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം അങ്ങനെ ആക്കാൻ പറ്റുമോ നോക്കാം. അപ്പോൾ ഈ സമവാക്യത്തിൽ ഈ എക്സിനെ 2 കൊണ്ട് ഗുണിച്ചാൽ ഇത് 2x ആയേനെ അല്ലേ? അപ്പം നമുക്ക് ഈ സമവാക്യത്തിനെ 2 കൊണ്ട് ഗുണിക്കാം. അങ്ങനെ ഗുണിക്കുന്നതിൻ്റെ കാരണം ഈ എക്സിൻ്റെ ഈ ഗുണോത്തരം, ഈ കോയിഫിഷ്യൻ്റ് തന്നെ ഇവിടെയും വരുത്താനാണ്. അപ്പോൾ നമ്മളിനി ചെയ്യണത് ഈ ഒന്നാമത്തെ സമവാക്യത്തിനെ നമ്മളിങ്ങനെയും സംഖ്യേനെ നമ്മൾക്ക് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഒന്നാമത്തെ സമവാക്യത്തിനെ 2 കൊണ്ട് ഗുണിക്കുകയാണ്. ഒന്നാമത്തെ സമവാക്യം എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ സമം 13. അപ്പോൾ സമവാക്യത്തിന് ഗുണിക്കുമ്പോൾ നമുക്കറിയാം എല്ലാ പദങ്ങളെയും ഗുണിക്കണമെന്ന്. ഈ പദങ്ങൾ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയുക? ഇപ്പോൾ 5xyz ഇത് എത്ര പദങ്ങളാണ്? 1 2 3 4 പദങ്ങളാണോ? അല്ല. പദങ്ങൾ വരണമെങ്കിൽ എന്ത് വേണം? 5 പ്ലസ് എക്സ് മൈനസ് വൈ സെഡ്. ഇങ്ങനെ വരുമ്പോൾ 5 ഒരു പദമാണ്, പ്ലസ് കഴിഞ്ഞിട്ടുള്ള എക്സ് ഒരു പദമാണ്, മൈനസ് വൈ സെഡ് ഇതിപ്പോഴും ഒരു പദമാണ്. കാരണം അതിൻ്റെ ഉള്ളിൽ പ്ലസ്സോ മൈനസോ ഇല്ല. അപ്പോൾ പ്ലസ്സോ മൈനസോ ആണ് പദങ്ങളെ വേർതിരിക്കുന്നത്. അത് നോക്കിയിട്ട് വേണം നമ്മൾ പദങ്ങളെ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇവിടെ എക്സ് പ്ലസ് വൈ സമം 13. ഈ സമവാക്യത്തിനെ നമ്മൾ 2 കൊണ്ട് ഗുണിക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ പദമായ എക്സിനെ ഇൻറ്റു 2 പ്ലസ് വൈ ഇൻറ്റു 2 സമം 13 ഇൻറ്റു 2 ചെയ്യുമ്പോൾ ക്രിയ എല്ലാ പദങ്ങളെയും ചെയ്യുക. അപ്പോൾ എന്താണ്? 2x പ്ലസ് 2y സമം 13ൻ്റെ ഇരട്ടി 26. അപ്പം നമ്മളതിനെ 2 കൊണ്ട് ഗുണിച്ച് ഒരു പുതിയ സമവാക്യം ഉണ്ടാക്കി. എന്തിനാണ് നമ്മളിത് ചെയ്തത്? ഈ രണ്ടാമത്തെ സമവാക്യത്തിൽ എക്സിൻ്റെ ഗുണോത്തരം 2 ആണ്. ഇത് തുല്യമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സമവാക്യം ഒന്നും കൂടി ഇവിടെ എടുത്ത് എഴുതിയാൽ 2x പ്ലസ് 3y സമം 31. ഇത് രണ്ടാമത്തെ സമവാക്യം. അപ്പോൾ നമ്മൾ ചെയ്തത് ആദ്യത്തെ സമവാക്യം നമ്മുടെ ഇതായിരുന്നു. രണ്ടാമത്തെ സമവാക്യം ഈ ഒരു സമവാക്യവും ഈ ഒരു സമവാക്യമാണ് നമ്മൾ രൂപീകരിച്ചത്.
പക്ഷേ ഈ എക്സിൻ്റെ ഗുണോത്തരം കോയിഫിഷ്യൻ്റ് തുല്യമാക്കാൻ വേണ്ടി ഈ സമവാക്യത്തിനെ മൊത്തം നമ്മൾ 2 കൊണ്ട് ഗുണിച്ചു. അങ്ങനെ നമ്മളൊരു പുതിയ സമവാക്യം ഉണ്ടാക്കി. അതാണ് 2x + 2y = 26. ഇനി ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ ഈ 2x 0 ആയിക്കോളും. പക്ഷേ ഇവിടെ വേണമെങ്കിൽ ഒരു എളുപ്പവഴി നമുക്ക് ചെയ്യണത്, ഇവിടെ 26 നിന്ന് 31 നെഗറ്റീവ് ന്യൂനം വരും. അപ്പോൾ ഇത് വലിയ സംഖ്യകളായതുകൊണ്ട് ഇത് നമുക്ക് താഴേക്ക് ഇറക്കിയിടാം. ഇതിനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ 2x + 2y = 26. ഈ മൂന്നാമത്തെ സമവാക്യത്തിനെ നമ്മൾ താഴേക്ക് ഇറക്കിയിട്ടു. അപ്പം നമ്മൾ രണ്ടാമത്തെ സമവാക്യത്തിൽ നിന്ന് മൂന്നാമത്തെ സമവാക്യമാണ് മൈനസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2x - 2x 0. ഇതിന് വേണ്ടിയിട്ടാണ് ഇതിനെ നമ്മൾ 2 കൊണ്ടൊക്കെ ഗുണിച്ചിങ്ങനെ ആക്കിയത്. ഇത് 0 ആയി. 3y നിന്ന് 2y പോയപ്പോൾ 1y. 31 നിന്ന് 26 5. അപ്പോൾ y = 5 എന്ന് നമുക്ക് കിട്ടി. ഇനി ഇതേതെങ്കിലും ഈ ചെറിയ സമവാക്യത്തിൽ തന്നെ കൊടുക്കാം. x + y = 13 കൊടുത്താൽ x + 5 = 13. അപ്പോൾ x = 13. 5 ഇങ്ങോട്ട് വരുമ്പോൾ -5 = 8. അതായത് x = 8. അപ്പോൾ x എന്ന് പറഞ്ഞത് നമ്മൾ ചെറിയ ചതുരത്തിൻ്റെ നീളവും y എന്ന് പറയുന്നത് അതിൻ്റെ വീതിയുമായിട്ടാണ് എടുത്തത്. ആദ്യത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും. അപ്പോൾ ആദ്യ ചതുരത്തിൻ്റെന്നോ അല്ലെങ്കിൽ ചെറിയ ചതുരത്തിൻ്റെന്നോ പറയാം. ആദ്യ ചതുരത്തിൻ്റെ നീളം 8 സെൻറ്റിമീറ്റർ, വീതി 5 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ലെങ്ത്ത് 8 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 5 സെൻറ്റിമീറ്റർ ഫസ്റ്റ് റെക്റ്റാങ്കിളുടെ. ഇതാണ് നമ്മുടെ ഉത്തരം. കുട്ടികളെ, കഴിഞ്ഞ ക്വിസിൻ്റെ ആൻസർ കൊടുത്തിട്ടുണ്ട്. ട്രൈ ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻസ്. നെക്സ്റ്റ് ക്വിസും കൂടെ കൊടുക്കുന്നുണ്ട്, അതും എല്ലാവരും ട്രൈ ചെയ്യണം. ഹാവ് എ അമേസിംഗ് ഡേ. താങ്ക് യു.